കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഇതുപോലെയുള്ള DC കൺവെർട്ടറിലെ ആ ഒരു ട്രാൻസ്ഫോമർ ഇതിലുള്ള ഒരു ട്രാൻസ്ഫോമർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ വേറൊരു ട്രാൻസ്ഫോമർ നമ്മൾ ഉപയോഗിച്ച് നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് AC ഔട്ട്പുട്ട്, അതായത് നമുക്ക് ട്രാൻസ്ഫോമറൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ക്ലിയർ ആയിട്ട് എല്ലാ ഭാഗമൊന്നും കാണിച്ചിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൺവെർട്ടർ 12 വോൾട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ 12 വോൾട്ട് ഇൻപുട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ 220 വോൾട്ട് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് ഫാന് അതുപോലെ ഇതുപോലെ ട്രാൻസ്ഫോമർ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, അതിനകത്ത് നമുക്ക് വരുന്ന ഔട്ട്പുട്ടിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. റെക്ടിഫയർ പോലെ ഒരു ഇതിലൂടെ കടന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ട്രാൻസ്ഫോമർ, നമുക്ക് ഇതിൻ്റെ ട്രാൻസ്ഫോമർ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ കുറച്ചുകൂടി വലിയൊരു ട്രാൻസ്ഫോമർ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ വിവരിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് വേറൊരു ട്രാൻസ്ഫോമർ കണക്ട് ചെയ്ത് UPSന് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് വേറെ ഇതൊക്കെ ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ അത് വർക്ക് ചെയ്യുമോ എങ്ങനെയാണെന്നൊക്കെ ഉള്ള രീതിയിലുള്ള വീഡിയോ ആണ്. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഇരുന്ന ട്രാൻസ്ഫോമറുകൾ മാറ്റിയിട്ടുണ്ട്. അപ്പം അതിനകത്തിരുന്നും ഈ ഒരു കൺവെർട്ടർ ഇരുന്ന അതേ ടൈപ്പ് തന്നെയായിരുന്നു. അപ്പം നമ്മളത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിൽ ഇരുന്ന ട്രാൻസ്ഫോമറിൻ്റെ അതേ ഒരു പിന്നിൽ നിന്ന് നമ്മൾ 3 വയർ സോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 3 വയർ നമ്മൾ വേറൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള വേറൊരു ട്രാൻസ്ഫോമർ, അതായത് UPSനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കുന്ന രീതിയിലുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് നമ്മൾ ചെയ്തപ്പം ഇവിടെ നമ്മൾ ചെറിയ ലിഥിയം അയൺ ബാറ്ററി ഒരു 3 ബാറ്ററി സീരിയലായിട്ട് കണക്ട് ചെയ്ത് BMS ബോർഡൊക്കെ വെച്ചൊരു ബാറ്ററിയിലാണ് നമ്മൾ കണക്ട് ചെയ്തത്. നമ്മൾ അതിന് പകരം 12 വോൾട്ട് 7Hൻ്റെ ബാറ്ററിയാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. ഈ ഒരു ലിഥിയം അയൺ ബാറ്ററിക്ക് അത്രയും ഒരു ആംബിയർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു വലിയ ബാറ്ററി, അതായത് 7Hൻ്റെ ബാറ്ററിയിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമർ വെച്ചാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു ട്രാൻസ്ഫോമർ എടുത്തിട്ടുണ്ട്, 12 വോൾട്ടിൻ്റെ ഒരു ചെറിയ ട്രാൻസ്ഫോമർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമർ നമുക്ക് കൺവെർട്ടറിൽ ഒരിക്കലും വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമർ നമുക്ക് ഈ ഒരു വലിയ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ടിൽ നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്കിതിൽ വർക്ക് ചെയ്യും. അപ്പോൾ നമ്മളത് ചുമ്മാ പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും അത് കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമുക്കത് വീഡിയോ രീതിയിൽ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ ഇൻപുട്ട് പയറിൽ, അതായത് ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് കണക്ട് ചെയ്യേണ്ട ആ ഒരു പയറിലേക്ക് നമ്മൾ ഈ ഒരു ബോർഡിൽ നിന്നുള്ള കണക്ഷൻ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ മടക്കി വെക്കുന്ന UPSൻ്റെ ചാർജിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആ ഒരു 3 വയർ. അപ്പോൾ ആ ഒരു വയർ നമുക്കിതിനകത്ത് ആവശ്യമില്ല. അപ്പോൾ ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്യേണ്ട ഈ ഒരു 3 വയർ നമ്മൾ ഈ ഒരു ബോർഡിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു ബോർഡിലേക്ക് ഇതുപോലെ ഉള്ള ട്രാൻസ്ഫോമറെ കണക്ട് ചെയ്യേണ്ട വീഡിയോ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഭാഗം നമ്മൾ ക്ലിയർ ആയിട്ടെല്ലാം പറയുന്നില്ല. അതിപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്നുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു തൊട്ട് മുമ്പുള്ള വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ വലിയ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് വയറെല്ലാം നമ്മൾ ബോർഡായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു വലിയ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് വയർ നമ്മൾ ഈ ഒരു 12 വോൾട്ടിൻ്റെ ചെറിയ ട്രാൻസ്ഫോമറിലേക്ക് ഔട്ട്പുട്ട് കണക്ട് ചെയ്യുകയാണ്. അതായത് ചെറിയ ട്രാൻസ്ഫോമറിൻ്റെ ഇന്നിലേക്ക് വലിയ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട്, അതായത് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് നമ്മളിപ്പം ഈ ഒരു ചെറിയ ട്രാൻസ്ഫോമറിലേക്ക് കണക്ട് ചെയ്യണം. അപ്പം ഈ രീതി നമുക്ക് ചെയ്യുവാണെങ്കിൽ, ഇതുപോലത്തെ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഉള്ള കൺവെർട്ടർ ബോർഡിൽ നിന്ന് നമുക്ക് ഇതുപോലത്തെ AC ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യിക്കാൻ പറ്റും. അങ്ങനെ നമ്മളിനി ഈ ഒരു ബാറ്ററിയിലേക്കും കൂടെ ഇതിൻ്റെ പവർ സപ്ലൈയുടെ വയറോട് കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സർക്യൂട്ട് ഓൺ ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് ഇതിൻ്റെ ഈ മെയിൻ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് വയറിലൊന്നും ടച്ച് ചെയ്യരുത്. ഇനി നമ്മൾ ആ ചെറിയ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിലെ വയർ നമ്മൾ ഷോർട്ട് ചെയ്ത് നോക്കുവാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ സ്പാർക്ക് വരുന്നുണ്ട്. അപ്പം ഇവിടെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഇനി അതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് നമ്മൾ ചെറിയൊരു 12 വോൾട്ട് 2 ആംപിയറിൻ്റെ ഒരു ബൾബ് കൂടി കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബൾബ് പയ്യെ തെളിഞ്ഞിട്ട് അപ്പം തന്നെ ഓഫായി പോവുകയാണ്. അപ്പം ഇതിന് അത്രയും ഈ ഒരു ലൈറ്റ് കളിക്കാനുള്ള ആംപിയർ എടുക്കാനുള്ള ഒരു ഇതില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഓഫായി പോകുന്നത്. അപ്പം നമുക്കിതുപോലെ കണക്ട് ചെയ്താൽ നമുക്ക് ട്രാൻസ്ഫോമറൊക്കെ ഉപയോഗിക്കാം. പക്ഷേ വലിയ ലോഡ് കൂടിയ ഉപകരണങ്ങളൊന്നും വർക്ക് ചെയ്യില്ല. അതാണ് ഇതിൻ്റെ ഒരു ഇതിൽ നിന്ന് നമ്മളിപ്പോൾ ഈ ചെറുതായിട്ട് ഈ ലൈറ്റിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് അത്യാവശ്യം തെളിഞ്ഞിട്ട് അപ്പോൾ തന്നെ ഓഫായി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു വലിയ ആംപിയർ എടുക്കാനുള്ള ശേഷിയൊന്നുമില്ല. അപ്പം ചെറിയ ട്രാൻസ്ഫോമറോ അല്ലെങ്കിൽ ചെറിയ ഉപകരണങ്ങൾ മാത്രമാണ് നമുക്ക് ഇതുപോലെ വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതുപോലെയുള്ള ഈ ഒരു മോട്ടറൊക്കെ നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമറിൽ വർക്ക് ചെയ്യുന്നൊരു പ്രശ്നമില്ല. അപ്പം ഇത് 12 വോൾട്ടിൻ്റെ മോട്ടറാണ്. അപ്പോൾ ഈ ഒരു മോട്ടറൊക്കെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള DC കൺവെർട്ടറിൻ്റെ ട്രാൻസ്ഫോമറൊക്കെ ചേഞ്ച് ചെയ്തുപോലെ ട്രാൻസ്ഫോമർ ആക്കുവാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ചെറിയ ഉപകരണങ്ങളൊക്കെ ACയിൽ, അതായത് കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ബേസ്ഡ് ആയിട്ടുള്ള ചാർജർ, അങ്ങനെയുള്ള എല്ലാ ഉപകരണങ്ങളും നമുക്കിതിൽ വർക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പം വലിയ ലോഡ് കൂടിയത് മാത്രം കണക്ട് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഈ ഒരു മോട്ടറൊക്കെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഗിയർ മോട്ടറായിട്ടാണ് അതിൻ്റെ ഔട്ട്പുട്ടിൽ ഈ ഒരു വെളുത്ത സാധനം പതിയെ കറങ്ങുന്നത്. നല്ല ടോർക്കുണ്ട്, പക്ഷേ അതിന് സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ വർക്കിങ്. അപ്പോൾ നന്നായിട്ട് തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു,
നമ്മൾ കുറേ നാൾ ഉള്ള വീഡിയോകൾ മുതലുള്ള കമൻറ്റാണ് ഒരു ഇൻവെർട്ടർ ഉണ്ടാക്കി കാണിക്കാമോ എന്ന് ചെറിയ ചിലവിൽ. അപ്പം അതിനുള്ള ഒരു കിടിലൻ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരുന്നുണ്ട്. അതിനുള്ള ബോർഡും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോർഡിന് വളരെ ചെറിയ പൈസയാണ് അയക്കുന്നത്. ആ ഒരു ബോർഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ചാർജിങ്ങും അതുപോലെ തന്നെ എല്ലാ രീതിയിലും സോളാറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ആ വീഡിയോ നമ്മൾ തുടർന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള DC കൺവെർട്ടറിൻ്റെ ട്രാൻസ്ഫോമർ ചേഞ്ച് ചെയ്താൽ നമുക്ക് ഇതുപോലുള്ള ട്രാൻസ്ഫോമറൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇത് വർക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതിനകത്ത് നമുക്ക് വലിയ ആംബിയർ കൂടിയ വലിയ ട്രാൻസ്ഫോമറൊന്നും വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ നമുക്ക് ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ കുറച്ചും പറഞ്ഞ ആ ഒരു ബോർഡ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത ദിവസം ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല കിടിലൻ ബോർഡാണ്. അപ്പം എനിക്ക് നല്ല ഒരു ഉപകാരമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു ബോർഡിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡ് ഉപയോഗിച്ച് നമുക്ക് 12 വോൾട്ടിൻ്റെ ബാറ്ററി ചാർജ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഔട്ട് കിട്ടും. നമുക്ക് LED ലൈറ്റ്, ഫോൺ ചാർജ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളിങ്ങനെ ചെയ്ത ആ ഒരു വലിയ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മൾ ഒരു 60 വാട്ട്സിൻ്റെ ലൈറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് നമുക്ക് തെളിയുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മളിങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ആ 60 വാട്ട്സിൻ്റെ ലൈറ്റ് തെളിയുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ. അപ്പം ഫുൾ ബ്രൈറ്റ്നസ് ആയിട്ടൊന്നും തെളിയുന്നില്ല. ഏകദേശം ഒരു 70% വെളിച്ചം എന്ന് പറയാം. നമ്മൾ കറണ്ട് കണക്ട് ചെയ്യുന്ന വെച്ച് താരതമ്യം ചെയ്യുവാണെങ്കിൽ ഒരു 70% വെളിച്ചമൊക്കെ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ തെളിയുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ ആ സെയിം ബാറ്ററി തന്നെ നമ്മൾ 100 വാട്ട്സിൻ്റെ DC കൺവെർട്ടറിലെ ഔട്ട്പുട്ടിൽ നമ്മൾ ഈ 60 വാട്ട്സിൻ്റെ ലൈറ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ആ വലിയ ട്രാൻസ്ഫോമർ കണക്ട് ചെയ്തേക്കാളും നല്ല രീതിയിൽ കൂടുതൽ വെളിച്ചം ഈ ഒരു ഇതിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് 100 വാട്ട്സിൻ്റെ കൺവെർട്ടറാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു കറണ്ടിൽ അങ്ങനെ തെളിയുന്നു അതേ രീതിയിൽ തന്നെ ഈ ഒരു ബൾബ് തെളിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഈ ഒരു ഇതിനകത്ത് ഈ ബോർഡിൽ ശരിക്കും ഉള്ള ഒരു ട്രാൻസ്ഫോമർ തന്നെയാണ് കുറച്ചും കൂടി എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മൾ വലിയ ട്രാൻസ്ഫോമർ വെക്കുമ്പോൾ അത്രയും ഒരു വെളിച്ചം കിട്ടുന്നില്ല. അതുപോലെ തന്നെ മോസ്ഫെറ്റും കുറച്ച് അധികം ചൂടാകുന്നുണ്ട് നമ്മൾ ലോഡിൽ ഇതുപോലെ ലൈറ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ മെച്ചമായിട്ട് തോന്നുന്ന ഈ ഒരു കൺവെർട്ടർ തന്നെയാണ്. നമുക്ക് അഡാപ്റ്റർ SMPS ടൈപ്പൊക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കൺവെർട്ടർ ഉപയോഗിക്കാൻ പറ്റും. അതാകുമ്പോൾ നമുക്ക് ചെറിയ ബാറ്ററി പോലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കാര്യം ഉണ്ട്, എല്ലാവരോടും നമ്മുടെ വീടിൻ്റെ പണി കുറച്ചും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണിയുടെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നാളെ, അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ്, അപ്പോൾ നാളെ ബുധൻ പണി തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങളൊക്കെ വീട് പണിയുന്നുണ്ട്, ഇതുപോലത്തെ കട്ട മേടിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ പൈസ ലാഭിക്കാൻ പറ്റും. ഗ്രാവൽ കട്ട എന്ന് പറയും. അതായത് ചുടുകട്ടയുടെ അതേ സൈസുള്ള സിമെൻറ്റ് കട്ട കിട്ടുന്നുണ്ട്. അപ്പം ഇപ്പോഴൊന്നും അറിയില്ലാത്ത ഒരുപാട് പേരുണ്ട്. നമുക്ക് ഇതുപോലെ വാർക്കയുടെയൊക്കെ സൈഡ് കെട്ടാനൊക്കെ ഇതുപോലത്തെ ചുടുകട്ടയ്ക്ക് പകരം ഇതുപോലത്തെ ചെറിയ കട്ട മേടിക്കാൻ കിട്ടും. ഈ ഒരു കട്ടയ്ക്ക് ഒരെണ്ണത്തിന് 7 രൂപയാണ് അയക്കണേ. അല്ലെങ്കിൽ ഫ്രണ്ടിൽ സിറ്റൗട്ടിൽ തന്നെ നമ്മൾ കുറേ സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഇറക്കേണ്ടി. ഇനി പാറപ്പൊടി, ഇപ്പം കുറച്ച് പാറപ്പൊടി വരും. അപ്പോൾ അതിറക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മളൊരു വീഡിയോ ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ചെയ്തില്ല. അപ്പം വീഡിയോയും ചെയ്തു. അതുപോലെ തന്നെ കുറേ തേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേൽഭാഗം എല്ലാം തേക്കാനുണ്ട്. അതുപോലെ തന്നെ ടൈലിൻ്റെ വർക്ക് അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി.